രാവിലെ 10 മണിക്ക് ശേഷം കോട്ടകലിൽ ചായ കുടിക്കണമെന്നുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് വരുന്ന സ്ഥലമാണ് കാരവൻസ്. അവിടെ 2 ഐറ്റം ഉണ്ട്. അത് നമ്മൾ സ്ഥിരം കഴിക്കുന്ന സ്ഥലമാണ്. അതൊന്ന് നമുക്ക് കാണിച്ചു തരാം. വരി. കാരവൻസിൻ്റെ തൊട്ടടുത്തുള്ള ജ്യൂസ് കോർണർ. കാരവൻസ് അല്ല, കാരവൻസിൻ്റെ അടുത്തുള്ള ജ്യൂസ് കോർണർ. ഇവരും കാരവൻസും കൂടി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നിങ്ങൾ പറയട്ടോ. നമ്മളത് ചോദിക്കാൻ മറന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് പറയണേ, ഇവർ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ. ഇപ്പോൾ അതല്ലല്ലോ വിഷയം, നമ്മളിവിടെ ഒന്ന് ചായ കുടിക്കാനല്ലേ, അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഈ സ്നാക്സ് അധികം ചായക്കടയിൽ മലപ്പുറത്ത് നമ്മൾ കണ്ടിട്ടില്ല. നിങ്ങൾക്ക് അറിയുന്ന ലൊക്കേഷൻ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. കുഞ്ഞിപ്പത്തലും ബീഫും ഇതിന് മുന്നേ നമ്മൾ കണ്ണൂരിൽ നിന്നാണ് കഴിച്ചിട്ടുള്ളത്. ഇവരിത് വീട്ടിൽ നിന്നാണ് കൊണ്ടുവരുന്നതാണ് പറഞ്ഞത്. പിന്നെ ഇവിടുത്തെ ചായ അടിപൊളിയാണ്, നമുക്ക് ഇഷ്ടപ്പെട്ട്. നിങ്ങളെ അഭിപ്രായം കൂടി ഇതിൽ പറയണേ. പിന്നെ അവിടുന്ന് കഴിച്ചത് ഔലിൻ്റെ ഫില്ലിംഗ് ഒക്കെ ഉള്ള ഒരു ഐറ്റമാണ്. ഇത് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കൂടുതൽ 2 പേർക്ക് നമുക്ക് ഇഷ്ടപ്പെടാത്തവരുണ്ട് കേട്ടോ. ഇത് നമ്മൾ മസ്റ്റ് ട്രൈ എന്ന് പറയും. പക്ഷേ ബീഫും പത്തലും മസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ ലൊക്കേഷൻ വരുന്നത് കോട്ടകൽ ചങ്കുവെട്ടിൽ കാരവൻസിന്റെ തൊട്ടടുത്തുള്ള ജ്യൂസ് കോർണർ. രാത്രി 10 മണിക്ക് ശേഷമുള്ള തിരക്കാണ് ഇത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാം. ദ വീഡിയോ ബൈ കിസ്സ.